അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രമേഹത്തെ സംബന്ധിച്ച്, അതിൻ്റെ ഫിസിയോളജി. അതുപ്രകാരം തന്നെ പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് രീതിയിലാണ് പ്രമേഹം നമ്മെ ബാധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, പ്രമേഹം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ തകരാറ് കൊണ്ട് മാത്രമല്ല. അതായത് പൊതുവെ നമ്മുടെ ധാരണ എന്ന് പറഞ്ഞാൽ, പ്രമേഹം എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസിൻ്റെ തകർച്ച എന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രമേഹം എന്ന് പറയുന്നത് കേവലം ഒരു പാങ്ക്രിയാസിൻ്റെ തകർച്ച മാത്രമല്ല എന്നും, നമ്മുടെ ശരീരത്തിലെ മൊത്തം ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിലെ ദഹനേന്ദ്രിയ വ്യവസ്ഥ തകരാറിൽ ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥകൾ ഏതൊക്കെയാണ്, ഇത് ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഭക്ഷണം വായിൽ വെച്ച് നന്നായി ചവച്ചരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം നന്നായി ചവച്ചരയ്ക്കുമ്പോൾ ഉമിനീരുമായിട്ട് അത് യോജിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. ഈ ഉമിനീർ ഗ്രന്ഥികൾ ശരീരത്തിലുള്ളത് ഏകദേശം ഒരു തേൻ അറയുടെ രൂപത്തിലാണ്. ഈ കോശസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഉമിനീർ അല്ലെങ്കിൽ ഈ ഉമിനീർ ഗ്രന്ഥി അല്ലെങ്കിൽ ഈ ഉമിനീർ വായിലേക്ക് സ്രവിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഉമിനീരിൽ ടയാലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന വേവിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ വേവിച്ച ഭക്ഷണം, അന്നജം, ഈ അന്നജത്തിന് വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങളെയാണ് ടയാലിൻ ദഹിപ്പിക്കുന്നത്. അപ്പോൾ നന്നായി വെന്ത് അന്നജത്തിൻ്റെ മേലെ, അതായത് നന്നായി വെന്ത് വേവിച്ച രീതിയിലുള്ള ഭക്ഷണത്തിന് മേൽ മാത്രമേ ടയാലിൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ വായിൽ വെച്ചുകൊണ്ട് നന്നായി ചവച്ചരച്ച് അല്ലെങ്കിൽ ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമേ ടയാലിനുമായി കൂടിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ധൃതി പിടിച്ച് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതും അല്ലെങ്കിൽ വാരി വഴിച്ച് കഴിക്കുന്നതും കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം പൂർണ്ണമായി നടക്കാൻ പ്രയാസമാണ്. ഇങ്ങനെ വാരി വലിച്ച് ഭക്ഷണം ധൃതി പിടിച്ച് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വാരി വലിച്ച് ഭക്ഷണം വിഴുങ്ങി കഴിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ, ഈ അവസ്ഥയിലാണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ മറ്റ് അവയവങ്ങളെപ്പോലെ അല്ലെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയെയും ഇത് ബാധിക്കുന്നതും അതുപോലെ തന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ അവയവങ്ങളെ ക്ഷീണിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ നനയ്ക്കുക എന്നുള്ളത് ഉമിനീരിൻ്റെ അല്ലെങ്കിൽ ഉമിനീരിൻ്റെ ഒരു പ്രധാന ഒരു കർത്തവ്യമാണ്. ഏകദേശം ഒരു ദിവസം 1.5 ലിറ്ററോളം ഉമിനീർ നമ്മുടെ വായിൽ നിന്ന് ഊറി വരുന്നുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്രയധികം ഉമിനീർ ഉള്ളതോടുകൂടി തന്നെയാണ് ഉണങ്ങിയ ഭക്ഷണത്തിന് കൂടെ പോലും നമ്മൾ വെള്ളം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉണങ്ങിയ ഭക്ഷണത്തിൻ്റെ കൂടെ പോലും നമ്മൾ വെള്ളം കുടിക്കേണ്ട ആവശ്യം ഇല്ല തന്നെ. മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ ഉമിനീരും അതുപോലെ തന്നെ ദഹനരസങ്ങളും നേർത്തു പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ വെള്ളം കഴിക്കുമ്പോൾ ഈ ദഹനപ്രക്രിയയെ പ്രതികൂലമായി അത് ബാധിക്കുകയും നമ്മളുടെ ദഹനം യഥാർത്ഥത്തിൽ നടക്കാതിരിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു, ദഹനേന്ദ്രിയ വ്യവസ്ഥ അല്ലെങ്കിൽ ദഹനത്തെ നിയന്ത്രിക്കുന്ന കുറേ ഗ്രന്ഥികൾ ഉണ്ട് എന്ന്. ഈ ദഹനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം, അതായത് ദഹനം നടക്കുന്ന രണ്ടാമത്തെ ഘട്ടമാണ് ആമാശയം. അല്ലെങ്കിൽ ദഹനപ്രക്രിയയുടെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുന്നത് ആമാശയത്തിലാണ്. ഈ ആമാശയ ഭിത്തികളിൽ നിന്നാണ് ആമാശയരസം ഊറി വരുന്നത്. ഇതിൽ ഒരു ഘടകമാണ് നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് അമ്ലം. അതുപോലെ തന്നെ ആമാശയരസങ്ങളിൽ പെപ്സിൻ ഉണ്ട്, റെനിൻ,
ലൈപ്പേസ് എന്നീ എൻസൈമുകളും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പെപ്സിൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ റെനിൻ എന്നിവ പ്രോട്ടീനുകളെ ദഹിപ്പിക്കുകയാണ്. ലൈപ്പേസുകൾ കൊഴുപ്പുകളെയാണ് ദഹിപ്പിക്കുന്നത്. നമ്മൾ ചവച്ചരച്ച ഭക്ഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ചവച്ച് കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കളിലെ കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹന പ്രവർത്തനവും ആമാശയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അങ്ങനെ ആമാശയത്തിൽ വെച്ച് ടയാലിൻ എന്ന ദഹനരസവുമായി കൂടിച്ചേർന്ന് കാർബോഹൈഡ്രേറ്റ് മാൾട്ടോസായി മാറുന്നുണ്ട്. ഇനി മറ്റൊരു അവയവമാണ് ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ലിവർ. ഇവിടെയാണ് ഈ ജൈവവസ്തുക്കളുടെ ഉപാപചയം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി രൂപാന്തരപ്പെടുത്തി സംഭരിച്ചു വെക്കുന്നത് ലിവറാണ്. ശരീരത്തിൽ ഗ്ലൂക്കോസ് ആവശ്യമായി വരുമ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി രൂപാന്തരപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി മാറ്റാനും ലിവറിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കൊഴുപ്പ് വസ്തുക്കളുടെ ലയനവും അതായത് അതിൻ്റെ ഈ കൊഴുപ്പ് വസ്തുക്കളുടെ ലയനം നടക്കുന്നതും യഥാർത്ഥത്തിൽ കരളിലാണ്. ശരീരത്തിൻ്റെ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ആഹാര ഘടകങ്ങളെ സംയോജിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എത്തിക്കുന്നത് ലിവറാണ്. അതേപ്രകാരം തന്നെ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷാംശങ്ങളെ പുറത്തു കളയുന്നതും അതുപോലെ തന്നെ അതിനെ നിർവീര്യമാക്കുന്നതും ലിവറാണ്. നമുക്കറിയാം, പിത്തനീര് എന്ന് പറയുന്ന ഈ പിത്തനീരിനെ ഉൽപ്പാദിപ്പിക്കുന്നതും ലിവറാണ്. മറ്റൊരു അവയവമാണ് ചെറുകുടൽ. നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകുടലിൽ എത്തിച്ചേരുന്ന ഭക്ഷണ സാധനങ്ങൾ പാങ്ക്രിയാസിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളുമായി കൂടിച്ചേരുന്നുണ്ട്. ഇതിൽ പ്രധാനമായി 3 എൻസൈമുകളുണ്ട്. ഇതിൽ അമലേസ് കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിക്കും, ട്രിപ്സിൻ എന്ന എൻസൈം മാംസാഹാരത്തെയും ലൈപ്പേസ് കൊഴുപ്പിനെയും ദഹിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെറുകുടലിൽ വെച്ച് ഡക്കസ് എൻഡിക്കസ് എന്ന കുടൽ നീരുമായി കൂടിച്ചേർന്നാണ് ഭക്ഷണം ശരീരത്തിൽ ലയിക്കുന്നത്. ചെറുകുടലിൻ്റെ അവസാന ഭാഗത്താണ് ഭക്ഷ്യവസ്തുക്കളുടെ ആഗിരണം നടക്കുന്നത്. അതേപ്രകാരം തന്നെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായും, പ്രോട്ടീൻ അമിനോ അമ്ലമായും, കൊഴുപ്പ് അമ്ലങ്ങളായും അതുപോലെ തന്നെ ഗ്ലിസറോളുമായും ശരീരത്തിലേക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഭക്ഷണത്തിലെ ധാതു ലവണങ്ങൾ എല്ലാം പിന്നെ ജീവകങ്ങൾ എന്നീ അംശങ്ങൾ ദഹനപ്രക്രിയക്കും വിധേയമാകാതെ ചെറുകുടലിൽ വെച്ച് രക്തത്തിൽ കലരുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അതേപ്രകാരം തന്നെയാണ് അന്നജത്തിൻ്റെ ദഹനവും. വേവിച്ച അന്നജത്തിൻ്റെ ദഹനം, അതായത് ടയാലിൻ എന്ന എൻസൈമായി കൂടിച്ചേർന്ന് വായിൽ വെച്ച് ആരംഭിച്ച് അതുപോലെ തന്നെ ആമാശയത്തിൽ വെച്ച് പൂർത്തിയാകുന്നു. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട രീതിയിൽ ദഹിച്ച് ശരീരത്തിൽ എത്തിച്ചേർന്ന് ഈ പ്രക്രിയയുടെ ഫലമായി അന്നജം മാൾട്ടോസായി മാറുന്നു. ഇങ്ങനെ ഈ മാൾട്ടോസ് ചെറുകുടലിൻ്റെ ആരംഭത്തിൽ വെച്ച് തന്നെ മാൾട്ടേസ് എന്ന ദഹനരസവുമായി കൂടിച്ചേർന്ന് ഡെക്ട്രോസ് ആയി മാറുന്നുണ്ട്. ഈ ഡെക്ട്രോസ് ആണ് പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന അമലേസുമായി കൂടിച്ചേർന്ന് ഗ്ലൂക്കോസായി മാറുന്നത്. ഈ രീതിയിൽ വ്യത്യസ്തമായ അതേപ്രകാരം തന്നെ ഒന്നാമത്തെ ദഹനം നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ, അതേപ്രകാരം തന്നെ വേവിച്ച അന്നജത്തിൻ്റെ കൂടെ, അതായത് ചോറ് അതുപോലെ തന്നെ മറ്റുള്ള അരിഭക്ഷണത്തിൻ്റെ ഒക്കെ കൂടെ പുളിയുള്ള എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ടയാലിൻ നിർവീര്യമാകും, അല്ലെങ്കിൽ ടയാലിൻ നശിച്ചു പോവുകയോ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫലം എന്താണ്? ഫലം ഈ ഇതിൻ്റെ ഭാഗമായിട്ട് മാൾട്ടോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോറിൻ്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ അച്ചാർ, സാമ്പാർ, പുളിച്ച മോര് തുടങ്ങിയവ ചേർത്ത് കഴിച്ചാൽ അന്നജത്തിൻ്റെ ദഹനം തടസ്സപ്പെടും എന്നത് തീർച്ചയാണ്. ഈ രീതിയിൽ അന്നജം ദഹിക്കാതെ ക്ഷാരമാധ്യമമുള്ള അല്ലെങ്കിൽ ദഹനനീരുകളാണ് വേണ്ടതെങ്കിൽ മാംസം കഴിക്കുന്നത് അല്ലെങ്കിൽ മാംസം ദഹിക്കുന്നത് അമ്ലമാധ്യമത്തിലാണ്. അതായത് ചേരുവകൾ നോക്കാതെ ഭക്ഷണപദാർത്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിച്ചാൽ ദഹനം തടസ്സപ്പെടുന്നു. ഭക്ഷ്യവസ്തുക്കൾ ആമാശയത്തിൽ കിടന്ന് ജീർണിക്കുകയും പുളിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം അതിൽ നിന്ന് ഗ്യാസും വിഷാംശങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറയുന്നത് ഗ്യാസാണ്, അല്ലെങ്കിൽ പുളിച്ചു തീട്ടലാണ്, എരിവാണ്, എരിച്ചതാണ്, ഏത് ഭക്ഷണം കഴിച്ചാലും അങ്ങനെയാണ് എന്നൊക്കെ.
ഇത് ഈ രീതിയിലുള്ള ദഹനം ശരിക്ക് ചേരുവകൾ വ്യത്യസ്തമായ ചേരുവകൾ ചേർത്തുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും ഇതൊക്കെയാണ് നമ്മെ നിത്യരോഗികളും അതുപോലെ തന്നെ രോഗകാരികളുമാക്കി തീർക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ അന്നജത്തിൻ്റെ കാരണങ്ങളായ അല്ലെങ്കിൽ അന്നജം കൂടുതൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളുടെ ദഹനം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പഴങ്ങൾക്ക് വായിലോ അല്ലെങ്കിൽ ആമാശയത്തിനോ ദഹനമില്ല. കൂടുതൽ വെച്ച് തന്നെ അമലേസുമായി കൂടിച്ചേർന്ന് ഗ്ലൂക്കോസായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ നമ്മൾ പറഞ്ഞത് പ്രമേഹത്തിൻ്റെ വ്യത്യസ്തമായ കാരണങ്ങളാണ്. ഈ പ്രമേഹത്തിൻ്റെ വ്യത്യസ്തമായ കാരണങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഇതാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുണ്ടാകുന്ന തടസ്സങ്ങൾ. മാത്രമല്ല, നിരന്തരമായുള്ള പ്രകൃതി ലംഘനം മൂലവും മനുഷ്യ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷസങ്കലനവും ഒരു പരിധിവരെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. അമിത ഭക്ഷണം, അസമയത്തുള്ള ഭക്ഷണം, തെറ്റായ ചേരുവകൾ, കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഭക്ഷണം, ഇവയെല്ലാം രോഗകാരണങ്ങളാണ്. ഇതുപോലെ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഏകദേശം ഇഷ്ടം പോലെ അതല്ലെങ്കിൽ കോടാനുകോടി ജീവികളിൽ ഒരു ജീവി മാത്രമാണ് നമ്മൾ. അതായത് കോടാനുകോടി ജീവികൾപ്പെട്ട ഒരു വിഭാഗമാണ് മനുഷ്യർ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാറ്റും വെയിലും ഇഷ്ടം പോലെ ശരീരത്തിൽ കൊള്ളിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഈ കാറ്റും അതുപോലെ തന്നെ വെയിൽ അതുപോലെ തന്നെ മഴയും ആ രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് നീങ്ങിക്കൊണ്ട് പ്രകൃതിയിലേക്ക് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് വ്യത്യസ്തമായി, അതിൽ നിന്ന് വിപരീതമായി, പ്രകൃതിക്ക് വിപരീതമായി, ഘടകവിരുദ്ധമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രകൃതി ലംഘനമാണ് ഇന്നിപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യായാമമില്ല, അതുപോലെ തന്നെ വിശ്രമമില്ല, മാനസികമായോ ശാരീരികമായോ വിശ്രമമില്ല. ഇതൊന്നുമില്ലാത്ത പ്രകൃതി ലംഘനമാണ് ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നാം ഇന്ന് എല്ലാ രോഗങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഇന്ന് എത്തിപ്പെടുകയും ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെയാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ അശാസ്ത്രീയത. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്നും എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്നും എല്ലാം വ്യക്തമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ രോഗങ്ങളില്ലാത്ത ജീവിതം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച്